നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ലോകം കാത്തിരുന്ന പോരാട്ടമായ അർജൻറ്റീന വേഴ്സസ് സ്പെയിൻ ഫൈനലിസിമ മത്സരം കളിക്കാൻ കാത്തിരുന്ന അർജൻറ്റീൻ താരങ്ങൾക്ക് ഇപ്പോൾ മൗറിത്താനിയ, സാംബിയ ടീമുകളോട് കളിക്കേണ്ട അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഫൈനലിസിമ കളിക്കാൻ കഴിയാത്തതിൻ്റെ നിരാശ മറച്ചു വെക്കുന്നില്ല അർജൻറ്റീൻ താരങ്ങൾ. ഇപ്പോൾ എസൈസ പ്രോപ്പർട്ടിയിൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അർജൻറ്റീന മൗറിത്താനിയക്കെതിരെയുള്ള കളിക്ക് മുന്നോടിയായിട്ട്. ഈ ഘട്ടത്തിൽ അവിടെ എത്തിയിട്ടുള്ള അർജൻറ്റീൻ താരങ്ങൾ, പ്രധാന താരങ്ങളുടെ പ്രതികരണം, അതായത് ആ ഒരു ഫൈനലിസിമ കളിക്കാൻ കഴിയാത്തതിലെ നിരാശ പങ്കുവെക്കുന്നു. അലക്സിസ് മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ അവരുടെ വാക്കുകൾ നോക്കുകയാണ്. അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നു, തീർച്ചയായിട്ടും ഫൈനലിസിമ കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു നാണക്കേടാണ്. ഇറ്റ്സ് എ ഷെയിം. കാരണം അതൊരു ഗ്രേറ്റ് മാച്ചായിരുന്നു. അത് നടക്കില്ല. ഇപ്പോൾ നമ്മൾ ഇനി അത് പറഞ്ഞിരിക്കുന്ന അർത്ഥമില്ലല്ലോ. നമ്മൾ ഇപ്പോഴത്തെ ഫ്രണ്ട്ലീസിൽ ഫോക്കസ് ചെയ്യുന്നു. കളിക്കളത്തിലാണല്ലോ വിജയിക്കേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്ലെയേഴ്സ് കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ആ കളി നടക്കണം. അതിപ്പോഴല്ലെങ്കിൽ പിന്നെയെങ്കിലും ഫൈനലിസിമ നടക്കണം. ഹോണസ്റ്റ്ലി വേൾഡ് കപ്പിലെ എതിർ ടീമുകളെ ഒന്നും ഞാൻ അധികം വാച്ച് ചെയ്തിട്ടില്ല. ഞാൻ ഡേ ടു ഡേ മാച്ചുകളിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ആളാണ് എന്നാണ് മാക്കലിസ്റ്റർ പറഞ്ഞതെങ്കിൽ, ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ് പറയുന്നു, ഒബ്വിയസ്ലി ഫൈനലിസിമ കളിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ കൺട്രിയെ ഫൈനലിസിമ ഒരു ഫൈനൽ പോരാട്ടമാണല്ലോ, അതിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പലയിടത്തുമുള്ള പ്രശ്നങ്ങൾ കാരണം കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഫ്രണ്ട്ലി മത്സരങ്ങൾ എൻജോയ് ചെയ്യുക, അതേ മാർഗമുള്ളൂ. ഇപ്പോഴല്ലെങ്കിലും ഭാവിയിൽ നടക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അതൊരു ഫൈനലല്ലേ, അത് ഭാവിയിലെങ്കിലും നടക്കണം. പിന്നെ നമ്മൾ 2022 ഖത്തർ വേൾഡ് കപ്പിന് പോകുമ്പോൾ ഹൈ ഡിമാൻഡിങ്, ഹൈ പ്രൊഫൈൽ, ഹൈ പ്രഷർ ഫ്രണ്ട്ലീസ് ഒന്നും നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം കൂടി ഓർക്കണം. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തായാലും, ഓപ്പണൻസ് മികച്ചവരാണോ മോശമാണോ അതൊന്നുമല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തായാലും അത് നമ്മൾ ചെയ്തു തീർക്കണം എന്നാണ് എൻസോ പറയുന്നത്. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും പറയുന്നത് ആ ഒരു മത്സരം, അത് ഫൈനലിസിമ ടൈറ്റിൽ എന്നുള്ളതൊക്കെ മാറ്റിവെച്ചാൽ പോലും അതൊരു ഇമ്പോർട്ടൻ്റ് മാച്ചായിരുന്നു. കാരണം എന്താണെന്നറിയോ, വേൾഡ് കപ്പിൽ കിരീട സാധ്യതയുള്ള ഒരു ടീമിനെതിരെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള അവസരമായിരുന്നു. അത് നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു ബെഞ്ച് മാർക്ക്, നമ്മൾ എത്തി നിൽക്കുന്നതിനെക്കുറിച്ചൊരു ധാരണ നൽകുമായിരുന്നു. സോ ഇറ്റ് ഷോസ് വെയർ വി സ്റ്റാൻഡ് ആൻഡ് വെദർ ദർ ആർ തിങ്സ് ടു ഇംപ്രൂവ്. ഇതൊക്കെ നമുക്കതിലൂടെ ഉറപ്പിക്കാമായിരുന്നു. ഏതായാലും എപ്പോഴും നമുക്ക് ടീമിൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ആവശ്യമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ എന്തായാലും വരാനുള്ള മത്സരങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരു പ്ലെയർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ബിഗ് മാച്ചസ് കളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അത് നടന്നിരുന്നെങ്കിൽ ഒരു ഗ്രേറ്റ് മാച്ചായിരുന്നേനെ. കാരണം സ്പെയിൻ വളരെ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. അവരൊരു ഗ്രേറ്റ് മൊമെൻറ്റിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങളും നല്ല രൂപത്തിൽ കളിക്കുന്നൊരു സമയമാണ്. അതൊരു നൈസ് പോരാട്ടമായിരുന്നേനെ. ബട്ട് ഫുട്ബോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അനിശ്ചിതത്വങ്ങളുണ്ടാകും. ഏതായാലും അൺഫോർച്ചുനേറ്റ്ലി കളി നടത്തുന്നതിനെക്കുറിച്ച് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താൻ പറ്റിയില്ല. ഏതായാലും വേൾഡ് കപ്പിൽ പരസ്പരം ഏറ്റുമുട്ടാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഞാനെന്ന് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.